കർക്കിടകത്തിൽ നമ്മൾ പല ആയുർവേദ മരുന്നുകളും കഴിക്കാറുണ്ട്. അതിലൊന്നാണ് മുക്കുറ്റി ലേഹ്യം. ഇന്ന് നമുക്കൊരു മുക്കുറ്റി ലേഹ്യത്തിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. മുക്കുറ്റിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മുക്കുറ്റി എപ്പോഴൊക്കെ കിട്ടുന്നോ അപ്പോഴൊക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. ഒരു പിടി മുക്കുറ്റി സമൂലമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുക്കണം. ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നീര് പിഴിഞ്ഞെടുക്കാം. ഒരിക്കൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി പിഴിഞ്ഞെടുക്കാം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മറ്റ് ചേരുവകൾ: ഒരു തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്തു വച്ചിട്ടുണ്ട്. മധുരത്തിനാവശ്യമായ കരുപ്പെട്ടി ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതാണ് കേട്ടോ. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് നെയ്യും കൂടി വേണം. ഇനി ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉരുക്കി എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര നന്നായി തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി തേങ്ങയുടെ 2/2 പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് പൊടി നേരിട്ട് ഉരുളിയിലേക്ക് ഇടുമ്പോൾ അത് കട്ട പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശർക്കര നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള 2/2 പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ കൂട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അരിപ്പൊടി പെട്ടെന്ന് തന്നെ കുറുകി കട്ടിയായി വരും. അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുക്കുറ്റിച്ചാറ് ഒഴിച്ചു കൊടുക്കാം. രസായനങ്ങളൊക്കെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണ്. എങ്കിലും തെങ്ങിൻ പൂക്കുല രസായനം പോലെ അത്ര സമയമെടുത്ത് വേണ്ട ഇതുണ്ടാക്കിയെടുക്കാൻ. കുറച്ചുകൂടി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ് മുക്കുറ്റി ലേഹ്യം. ഇപ്പം നമ്മുടെ മുക്കുറ്റി ലേഹ്യത്തിൻ്റെ കൂട്ട് നന്നായി കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇത് അടുക്കി പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൈ വയ്ക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയത്തൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ചെറിയ ജീരകം പൊടിച്ചത്, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ലേഹ്യത്തിന് നല്ലൊരു രുചിയും മണവും ഒക്കെ കിട്ടും. ലേഹ്യം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യും കൂടി ഇതിലേക്ക് ചേരുമ്പോൾ ഇതിനൊരു പ്രത്യേക മണമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഈ ഒരു മഴക്കാലത്ത് മുക്കുറ്റി നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ലേഹ്യം നന്നായി കുറുകി വന്നിട്ടുണ്ട്. കൈ വയ്ക്കാതെ ഇളക്കി കൊടുക്കുക എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള രസായനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടിയിൽ പിടിക്കാതെ നോക്കുക എന്നതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. നെയ്യ് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി വാങ്ങി വയ്ക്കാം. ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിക്കഴിയുമ്പോൾ ഉരുളിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറിക്കഴിഞ്ഞാൽ വൃത്തിയായി കഴുകി ഉണക്കിയെടുത്ത ചില്ലുകുപ്പിയിൽ സൂക്ഷിക്കാം. ആരോഗ്യത്തോടെ ചുറുചുറുക്കോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.